അപ്പോൾ നമുക്ക് ഇന്നൊരു വാട്ടയിട്ട് കണ്ടാലോ? അപ്പോൾ ഞാൻ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ കുടിച്ചു കേട്ടോ. ഇന്നത്തെ ചായയുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. നെയ്പ്പത്തിരിയും അതിനോടൊപ്പം ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10:30 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കുടിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സേമിയ ഐസിൻ്റെ ഓർമ്മയൊക്കെ വന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയിട്ട് ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. സംഭവം സെറ്റായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ ഐസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, ഫ്രീസ് ചെയ്തപ്പോൾ മധുരം കുറച്ച് കുറഞ്ഞു പോയി. നമ്മൾ ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം എക്സ്ട്രാ ചേർത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ ചോറ് തിന്നു കേട്ടോ. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ചോറ് തിന്നത്. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതെനിക്ക് വളരെയധികം ഒരു ഹെൽപ്പാണ്, ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ദിവസത്തെ വാട്ടയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പെഷ്യലായിരുന്നു കേട്ടോ. കാരണം ഇന്ന് കൂടുതലും എനിക്ക് ചിക്കൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കസിൻ്റെ. ആ ഒരു കേക്ക് കഴിച്ചു. പിന്നെ ഒന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോയതാണ്. അപ്പോൾ ഈ ഒരു കൊത്തു പൊറാട്ട കഴിച്ചു കേട്ടോ. ചിക്കൻ്റെ കൊത്തു പൊറാട്ടയാണ്. ഇതോടുകൂടെ ഫുഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഞാനിത് എല്ലാ ദിവസവും രാത്രി കുടിക്കുന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാട്ടയിട്ട്. താങ്ക്